ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ഒരമ്മച്ചി അവിടെ രാവിലെയും വൈകുന്നേരവുമുള്ള കുർബാനയിൽ അമ്മച്ചി പങ്കുകൊള്ളും. ഈ അമ്മച്ചി അല്പം ആരോഗ്യ കുറവുണ്ട്, രോഗമുണ്ട് എന്ന് മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരുന്നൊന്നും അമ്മച്ചി കഴിക്കുന്നില്ല. ഞാൻ അമ്മച്ചിയോട് ഒരു ദിവസം ചോദിച്ചു, അമ്മച്ചി എന്താ മരുന്നൊന്നും കഴിക്കാത്തത്? അപ്പോൾ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ രോഗത്തിന് മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കഴിക്കുന്ന മരുന്ന് 3 എണ്ണമാണ്, 3 ഗുളികകൾ. ഞാൻ ചോദിച്ചു അതെന്താ? അമ്മച്ചി പറഞ്ഞു, 1 ജപമാലയാണ്. എല്ലാ ദിവസവും എത്രമാത്രം ജപമാലകൾ ചൊല്ലാമോ അത്രയേറെ ജപമാലകൾ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കും. എനിക്കോ ഉറക്കമില്ല, ഞാൻ മാതാവിനെ ഉറക്കിയിട്ടുമില്ല. അതാണ് അമ്മച്ചി പറഞ്ഞത്. എനിക്കോ ഉറക്കമില്ല, ഞാൻ മാതാവിനെ ഉറക്കിയിട്ടുമില്ല. അത്രമാത്രം ജപമാലകളാണ് അമ്മച്ചി ചൊല്ലുന്നത്. 2ാമത്തെ ഗുളിക അമ്മച്ചി പറഞ്ഞത് വിശുദ്ധ കുർബാനയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. രാവിലെയുള്ള കുർബാനയ്ക്കും വൈകുന്നേരമുള്ള കുർബാനയ്ക്കും ഈ അമ്മച്ചും വരും. ഇടയ്ക്ക് ഏതെങ്കിലും സ്പെഷ്യൽ കുർബാനകൾ ഉണ്ടെന്നറിഞ്ഞാൽ അമ്മച്ചി ആ കുർബാനയിലും വന്ന് പങ്കുകൊള്ളും. ഒരൊറ്റ കുർബാന പോലും അമ്മച്ചി മുടക്കിയിട്ടില്ല. 3ാമത്തെ ഗുളിക അമ്മച്ചി പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥം ഞാൻ വായിക്കും. ഏതാണ്ട് 3-4 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിള് വായിച്ചു കഴിഞ്ഞു അത്രേ. അത്രമാത്രം വിശ്വാസമാണ്. അമ്മച്ചി ഇന്നും ജീവിക്കുന്നു. ഈ 3 ഗുളികകൾ കഴിച്ച് അമ്മച്ചി ഇന്നും ജീവിക്കുന്നു. ഉറക്കമില്ലാതെ, മാതാവിനെ പോലും ഉറക്കാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചിയാണ്. തീർച്ചയാണ് ആ അമ്മച്ചി പറഞ്ഞത് സത്യമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരമ്മയാണ് നമുക്കുള്ളത്. അതാണ് പരിശുദ്ധ കന്യകാമറിയം, നമ്മുടെ ജപമാല രാജ്ഞി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് നമുക്ക് അനുഗ്രഹങ്ങൾ തരാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജപമാല ചൊല്ലുന്നു, ആ അനുഗ്രഹങ്ങൾ നമ്മളൊക്കെ സ്വീകരിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരമ്മ. ആ അമ്മയ്ക്കറിയാം ഈ വിളിക്കുന്നവരുടെ വേദനകളും വിളിക്കുന്നവരുടെ ആവശ്യങ്ങളും. അതുകൊണ്ട് അമ്മയെ വിളിക്കുക. ആ വിളിയാണ് നമ്മുടെ ജപമാല. ആ വിളിയാണ് നമ്മുടെ ജപമാല. ആ ജപമാലയിലൂടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി സ്വീകരിക്കാൻ നമുക്കാവട്ടെ. പരിശുദ്ധ ജപമാല രാജ്ഞി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.